ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ പ്രാധാന്യമുള്ള ദൈവവചന ഭാഗങ്ങളിലൂടെയാണ് നമ്മുടെ ചിന്തകൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. കർത്താവ് തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് കൂടെ ചെലവഴിക്കുന്ന സമയവും അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും കർത്താവ് അവയ്ക്ക് നൽകുന്ന ഉത്തരവുമാണ് നമുക്ക് ഈ 14, 15, 16 അധ്യായങ്ങളിലൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. ഒരു ആഴമായ ശിഷ്യത്വ ജീവിതം എപ്രകാരമാണ് എന്നുള്ളത് കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ഇന്ന് വായിച്ച ഭാഗം തന്നെ 14-ാം അധ്യായം മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ശിഷ്യന്മാർ ചോദിച്ച 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാനായിട്ട് കഴിയും. ആദ്യം തോമസ് ചോദിക്കുന്നു, പിന്നെ ഫിലിപ്പോസ് ചോദിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ 22-ാം വാക്യത്തിൽ കർത്താവെ യൂദ അവനോട് എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രയും നിന്നെ വെളിപ്പെടുത്തി തരുവാൻ പോകുന്നത് എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരമായിട്ടാണ് കർത്താവ് തുടർന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒക്കെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ഭാഗത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ നമ്മൾ കണ്ടതായിട്ടുള്ള ഭാഗം കർത്താവ് യൂദ തന്നെ കാണിച്ചു കൊടുക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കുകയും അപ്പക്കണ്ടം അവന് മുക്കി കൊടുക്കുകയും അവനത് വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ പ്രവേശിക്കുകയും അവൻ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന് അവനോട് കർത്താവ് സംസാരിക്കുകയും തുടർന്ന് പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ഇതുവരെയുള്ള അതുപോലെയല്ല, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് എന്ന് കർത്താവ് പറയുകയും നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയാനായിട്ട് ഇടയായിട്ട് തീരും എന്നും തുടർന്ന് നമ്മൾ കണ്ടതായിട്ടുള്ള കാര്യം പത്രോസ്ലിയ വളരെ കർത്താവെ എങ്ങോട്ട് പോകുന്നു കാരണം കർത്താവ് പോകുന്നു എന്ന് പറയുമ്പോഴും ഇവരാരും അതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ശോഭനമായൊരു ഭാവിയും കർത്താവ് സകലത്തെയും ഭരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്കും അതിനനുസരിച്ചുള്ള പദവികളും സ്ഥാനങ്ങളും ഒക്കെ കിട്ടും എന്നൊക്കെയുള്ള ആഗ്രഹിച്ചിരിക്കുന്ന ആ വ്യക്തികൾ കർത്താവ് ഈ പറയുന്നതിനെ അത്ര കാര്യമായിട്ട് എടുത്തില്ല. എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നുള്ളതായിരുന്നു അവരുടെ അവസാനം വരെയും അവരുടെ ചോദ്യം. നിന്നെ പിടിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ പ്രാണനെ വെച്ചുകളയും എന്ന് പത്രോസ്ലിയ കർത്താവിനോട് പറയുകയും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് കർത്താവിനോട് പറയുകയൊക്കെ ചെയ്യുന്നത് കാണാൻ കഴിയും. എന്നാൽ നിനക്ക് എന്നെ അനുഗമിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, ഇത്ര ഉറച്ച ശബ്ദത്തിൽ പറയുന്ന പത്രോസെ, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമ്പോഴും കോഴി കൂകുകയില്ല എന്ന് അവിടെ പ്രസ്താവിക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് നിശ്ചയമായിട്ടും അതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് നമ്മൾ കണ്ടത്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് പത്രോസ്ലിയ മടങ്ങി വന്നു എന്നുള്ളത് കാണുന്നു. നമുക്കറിയാം ഇത്രയും നാൾ ഈ ശിഷ്യന്മാരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും നാൾ കർത്താവ് അവരോടുകൂടെ ഇരുന്ന് ഏകദേശം 3-3.5 വർഷക്കാലം കർത്താവ് അവരോടുകൂടെ ഇരുന്നു. കർത്താവിൻ്റെ പോയടത്തൊക്കെ അവർ പോയി, കർത്താവ് ഭക്ഷിച്ചതൊക്കെ അവർക്ക് ലഭിച്ചു. കർത്താവ് നിന്ദിക്കപ്പെട്ടപ്പോൾ അവരും സ്വാഭാവികമായി നിന്ദിക്കപ്പെട്ട് കാണും. അവൻ്റെ ശിഷ്യന്മാരെന്നുള്ള നിലയ്ക്ക് കർത്താവിനോട് കൂടെ അവരായിരുന്നു എന്നുള്ളതും എല്ലാ സാഹചര്യങ്ങളും കർത്താവ് അവർക്ക് തുണയായിട്ടും പ്രൊട്ടക്ഷനായിട്ടും ഒക്കെ ഇരുന്നു. വളരെ ഭയാനകമായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോകാനും കടലിൽ മുങ്ങിത്താഴുന്നത് പോലെയും ഒക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നെങ്കിലും അത്തരം സാഹചര്യങ്ങളിലെല്ലാം കർത്താവ് കടന്നു വന്ന് അവരെ സംരക്ഷിക്കുന്നതായിട്ടും കർത്താവ് അവരെ സൂക്ഷിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. അവർക്ക് എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള മുട്ടുകൾ എന്തെങ്കിലും വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം കർത്താവ് അവരോടുകൂടി ഇരുന്നപ്പോൾ അവർക്ക് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും വേണ്ടതെല്ലാം അവർക്ക് ലഭിച്ചു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. എന്നാൽ ഒരു പെട്ടെന്ന് കളിയാണെന്ന് വിചാരിച്ചിരുന്നത് കാര്യമാകുന്നത് പോലെയാണ് അവർക്ക് പെട്ടെന്ന് തോന്നുന്നത്. ഇതാ ഈ ദിവസങ്ങളിൽ തന്നെ ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കർത്താവ് പിടിക്കുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്യാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായി കർത്താവ് അവരോട് പറയുകയും സാഹചര്യങ്ങളൊക്കെ കർത്താവിനെതിരായിട്ട് രൂപപ്പെട്ടു വരുന്നത് അവർക്ക് തന്നെ അവിടെ കാണാനായിട്ട് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് ആ ശിഷ്യന്മാരുടെ മാനസികാവസ്ഥ? വളരെ ദുഃഖപൂർണമായിട്ട് ഞങ്ങൾക്ക് ഇനി ആരുമില്ല ഈ ലോകത്ത്, ഞങ്ങൾ കർത്താവിനോടുകൂടി ഇറങ്ങി പുറപ്പെടുകയും അവൻ്റെ ശിഷ്യന്മാരായിട്ട് തീരുകയും ലോകമൊക്കെ അവൻ്റെ ശിഷ്യന്മാരാണെന്ന് കാണുകയും ഒക്കെ ചെയ്തു. പത്രോസ് ഡിനൈ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, നിൻ്റെ സംസാര രീതി പോലും നീ അവൻ്റെ കൂട്ടത്തിലുള്ള വ്യക്തിയാണെന്ന്
തെളിയിക്കുന്നല്ലോ എന്ന് പറയത്തക്കവണ്ണം അവർ ഈ 3.5 വർഷം കൊണ്ട് വലിയ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രൂപാന്തരം അവരിൽ ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിനോടുകൂടെ ഇരുന്നവർ, നീയും അവനോടുകൂടെ ഇരുന്നവനല്ലയോ, നിന്റെ സംസാര രീതി അത് വെളിവാക്കുന്നില്ലയോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വായിക്കാനായിട്ട് കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ അവർക്ക് സർവ്വവുമായിരുന്ന കർത്താവ് അവരുടെ സകലത്തിനും ആത്മീയമായിട്ടുള്ള വെളിച്ചം, അനേക അത്ഭുതങ്ങൾക്കും അനേക ദൈവിക പ്രഭാഷണങ്ങൾക്കും ദൈവവചനം പ്രസ്താവിക്കുന്നതിനും ഒക്കെ അവർ സാക്ഷിയായിട്ട് നിന്ന അവരുടെ സകലവുമായിരുന്ന കർത്താവ് ഇപ്പം പറയുക, ഇതാ എൻ്റെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു, ഞാൻ നിങ്ങളെ വിട്ട് പോകാനായിട്ട് പോകുക എന്നവരോട് പറയുകയും, എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ അവരെ ആശ്വസിപ്പിക്കുന്ന ചില വചനങ്ങളാണ് കർത്താവ് ഈ അധ്യായത്തിൽ പറയുന്നത് എന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാം കർത്താവ് ഇതിന് അവിടുത്തെ തുടർന്ന് നമുക്ക് പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല എന്നൊക്കെ കർത്താവ് പറയുന്ന വാക്കുകൾ നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ തന്നെ അവരോട് പറയും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ ഒരു തിരുനാമ്പ്, ഒരു ചെറിയ നാളം, അഗ്നിജ്വാല പോലെ ചെറിയൊരു തിരി കത്തുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അത് കർത്താവിനെ കുറിച്ച് പ്രത്യാശിക്കാനും കർത്താവ് പറഞ്ഞ വചനങ്ങളിൽ ആശ്രയിക്കാനും അവൻ ഭാവിയെപ്പറ്റിയും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ പറഞ്ഞ ആ തിരുനാളം അവരുടെ ഉള്ളിൽ ഇങ്ങനെ കത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് തന്നെ നമുക്ക് നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര പ്രയാസകരമാണ് ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത്. കാരണം പലപ്പോഴും അവൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളും അവൻ വിശ്വസിക്കുന്ന വിശ്വാസവും അവൻ വിശ്വസിക്കുന്ന കർത്താവും അവൻ ആശ്രയിക്കുന്ന ദൈവവചനവും ഒന്നും അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് നമ്മുടെ മുന്നിൽ പുരമുകളിൽ നിന്ന് ഘോഷിക്കുന്നത് പോലെ പലരും ഇങ്ങനെ ഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രയൊക്കെ നമുക്ക് വിഷമമില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഹൃദയം വിഷമിക്കാനും പലപ്പോഴും സുവിശേഷ എഫേസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളായിരിക്കാതെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയം വിഷമിക്കാനും ഈ പറഞ്ഞ വാക്കുകളിന്മേൽ ചില വ്യക്തികൾ പറയുന്ന വാക്കുകൾ നമ്മുടെ ചില ഏകാന്തതയിലെങ്കിലും നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വന്ന് ഇതിനൊക്കെ അല്ലേ, അതായിരിക്കുമോ സത്യം എന്നൊക്കെയുള്ള നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ ശത്രു സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു അനുഭവം പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതൊന്നും വെറുതെ ഇതല്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ശത്രു എത്ര എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വചനത്തിൽ അത്രമാത്രം ആഴമായിട്ട് നമ്മൾ അടിസ്ഥാനപ്പെട്ടിട്ടില്ലെങ്കിൽ, ദൈവകൃപയിൽ അടിസ്ഥാനപ്പെട്ടിട്ടില്ലെങ്കിൽ, കാര്യങ്ങളെ ഇത് ഭോഷ്കാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ദൈവികമായ ഒരു ദർശനം നമുക്ക് ദൈവസന്നിധി പ്രാപിച്ചില്ലെങ്കിൽ വൃതന്മാർ പോലും തെറ്റിപ്പോകും എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കാനായിട്ട് പോകുക. ഒരു അന്ധകാരത്തിൻ്റെ ഇടനാഴിയിലേക്ക് അവരുടെ വിശ്വാസമൊക്കെ കടക്കാനായിട്ട് പോകുക. അവർക്ക് ഈ ലോകത്ത് ആരുമില്ല എന്നുള്ള നിലയിൽ അവർക്ക് തോന്നത്തക്കവണ്ണമുള്ള ചില ദിവസങ്ങൾ അവരുടെ മുന്നിൽ വരാനായിട്ട് പോകുക എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അവരോട് അതിന് മുന്നോടിയായിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. കർത്താവ് ഇത്രമാത്രം ആശ്വാസം അവരോട് പറഞ്ഞെങ്കിൽ തന്നെ 3 ദിവസം കൊണ്ട് അവരുടെ അവസ്ഥ എത്രമാത്രം വ്യത്യാസപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. അവർക്കത് കെട്ടുകഥ പോലെ തോന്നി. ദൂതന്മാരെ അവരെ ഓർപ്പിച്ചിട്ട് പോലും അവർക്ക് ഓർമ്മയില്ലാത്തവരെ പോലെ അവരൊക്കെ താങ്കളുടെ അനുഭവങ്ങളിലേക്ക് പിന്മാറിപ്പോകുന്ന ഒരനുഭവമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവരോട് മുൻകൂട്ടി പറയുക, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാൾ വിശ്വസിച്ചതൊക്കെ പരാജയമാണ്. ഇന്ന് നിങ്ങൾ ഇത്രയും നാൾ വിശ്വസിച്ചതൊക്കെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. അത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. രാവിലെ കല്ലറയ്ക്കൽ പോയ ചില സ്ത്രീകൾ ഞങ്ങളെ കടന്നു വന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു എന്ന് പോലും പറയത്തക്കവണ്ണം ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് കൂടെ നടന്നുകൊണ്ട് അങ്ങനെ പോലും എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ പറയത്തക്കവണ്ണം ഉള്ള നിലയിലുള്ള കാര്യങ്ങളിൽ അപ്രകാരമുള്ളൊരു മാനസികമായിട്ടുള്ള ഒരു വിശ്വാസത്തിൽ തളർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ട് പോകുക.
അപ്പൊ കർത്താവ് അവരോട് പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇത് വളരെ കഠിനമായിട്ട് കലങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം. നിങ്ങൾ കടിച്ചതുമില്ല, പിടിച്ചതുമില്ല, നിങ്ങൾ വിശ്വസിച്ചതുമില്ല, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതൊക്കെ ഒരു ദുസ്വപ്നം മാത്രമായിരുന്നു എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നത്തക്കവണ്ണമുള്ള ചില സാഹചര്യങ്ങളിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് പിശാച് നിങ്ങളെ തള്ളിക്കൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം വരികയാണ്. ഞാൻ ആ സാഹചര്യം അത് ചിന്തിച്ച് നോക്കുമ്പം, നമുക്ക് ഇമാജിൻ ചെയ്ത് നോക്കുമ്പം എത്രമാത്രം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള, എത്രമാത്രം നമുക്ക് പറയാവുന്നത്, നമുക്കിപ്പോൾ സംശയത്തിന് ഓടിപ്പോയിട്ട് നോക്കാനായിട്ടൊരു ബൈബിളെങ്കിലും ഉണ്ട്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളുണ്ട്, പലരുമുണ്ട്. എന്നാൽ സകല യെരുശലേം, സകല അവരുടെ ചുറ്റുപാടുകളുള്ള സകല വ്യവസ്ഥകളും ഇതിനെതിരെ സംസാരിക്കുകയും ഒറ്റപ്പെട്ടു പോയതുപോലെ അവർക്ക് പല സ്ഥലങ്ങളിലേക്ക് പിൻവാങ്ങിപ്പോകേണ്ടതുപോലെ, അല്ലെങ്കിൽ കഥ കടച്ചിരുന്ന് നമ്മൾ ഇത്രയും നാൾ വിശ്വസിച്ചതൊക്കെ എന്തായി, എവിടായി എന്നൊക്കെ അത്ഭുതപ്പെടത്തക്കവണ്ണമുള്ള ചില സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു പോകാനായിട്ട് പോകുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. വ്യക്തമായിട്ട് നമുക്കറിയാം, കർത്താവ് ഇവിടെ ഫൈനലായിട്ട്, അല്ലെങ്കിൽ ഫിലിപ്പോസിനോട് പറഞ്ഞതുപോലെ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ പറയുക, ദൈവത്തിൽ ഇതൊക്കെ സംഭവിച്ചേക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഈ സുവിശേഷ ലോകത്തിൽ അറിയിക്കപ്പെട്ടതും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ കണ്ടതും ഒക്കെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ദൈവഹിതപ്രകാരം സംഭവിച്ച ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇത്രയും ദിവസങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ച വലിയൊരു പാഠം. ആ പാഠം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യപുത്രൻ പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും അവനെ നിന്ദിക്കുകയും എല്ലാ കഷ്ടതയിലൂടെ കടന്നു പോവുകയും അവനെ ക്രൂശിക്കുകയും അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതാകുന്നു എന്ന് യേശു അന്നു മുതൽ പ്രസംഗിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മറുവമലയിൽ നിന്ന് കർത്താവ് ഇറങ്ങി വന്നതിന് ശേഷം തൊട്ടു താഴെ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള കാര്യം. അപ്പം നമുക്കറിയാനായിട്ട് കഴിയും, കർത്താവ് ഈ ലാസറിനെ ഉയർപ്പിച്ചതും മറ്റു പല അത്ഭുത പ്രവൃത്തികളും തന്റെ ടീച്ചിങ്ങും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇത് അനിവാര്യമായ ഒരു സംഭവമാണ്, അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ ഗുരുവെന്നും നാഥനെന്നും ഒക്കെ നിങ്ങൾ വിളിക്കുന്ന എന്നെ, ഞാൻ മരിക്കുകയും മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ഇടനാഴിയിൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ ഇല്ല, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ ബൂസ്റ്റപ്പ് ചെയ്യാൻ, നിങ്ങൾക്ക് വാക്യങ്ങളൊക്കെ ഓർപ്പിച്ചു തരാൻ, അല്ലെങ്കിൽ നിങ്ങളോട് കൂടെ നടന്ന് മന്ദബുദ്ധികളെന്നോ വിശ്വാസമില്ലാത്തവരെന്നൊക്കെ വിളിച്ച് നിങ്ങളെ ശാസിക്കാനൊന്നും ഞാൻ ഇനിയും കൂടെ ഇല്ല. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ പ്രത്യേക പ്രതിസന്ധിയിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. അത് ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്ലാനിനെ കുറിച്ചും ദൈവഹിതപ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് വിചാരിക്കുകയും നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും വേണം. അപ്പം അവിടെ ഇക്വാളിറ്റി നമുക്കവിടെ കാണാൻ കഴിയും. ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിൽ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൽ വിശ്വസിക്കൂ എന്ന് മാത്രമല്ല പറഞ്ഞേക്കുന്നത്, നിങ്ങൾ പിതാവായ ദൈവത്തിൽ, അവൻ്റെ വാഗ്ദത്തങ്ങളിൽ, അവൻ്റെ നിത്യമായ പദ്ധതികളിൽ നിങ്ങൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്നിലും വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് കൂട്ടായ്മയോ അല്ലെങ്കിൽ നമ്മളെ എൻകറേജ് ചെയ്യാനോ ഒന്നും ആൾക്കാരൊന്നും ഇല്ലാതെ പലപ്പോഴും ഒറ്റപ്പെട്ട് പ്രതിസന്ധിയുടെ നടുവിലായി നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ ദിവാസ്വപ്നം മാത്രമായിരുന്നെന്നും ഈ വിശ്വാസമൊക്കെ വ്യർത്ഥമാണെന്നും ഒക്കെ നമ്മുടെ ഹൃദയത്തോട് പറഞ്ഞ് പിശാച് പല്ലിളിച്ച് കാണിക്കുന്ന, അല്ലെങ്കിൽ അത്തരം അവകാശവാദങ്ങളൊക്കെ പറയുന്ന സാഹചര്യത്തിൽ, അത്തരം വ്യക്തികളൊക്കെ അതുപോലെ പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ കർത്താവ് നൽകിയ വാഗ്ദത്തങ്ങളിൽ നമ്മൾ ആശ്രയിച്ച് പിടിച്ചു നിൽക്കേണ്ടത് വളരെ ആവശ്യം. നമ്മളത് ആ പ്രതിസന്ധികളിൽ ആ ഇരുട്ടിൻ്റെ ഇടനാഴിയിൽ നമ്മൾ ദൈവിക വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ച് പിടിച്ചു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു വിശ്വാസിയുടെ പെർസ്യൂറൻസ് എന്ന് പറയുന്നത്, അവൻ്റെ സഹിഷ്ണുത എന്ന് പറയുന്നത്, അവൻ വിശ്വാസത്തിൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. അത് അവരുടെ ജീവിതത്തിൽ ആ 3 ദിവസക്കാലം അല്ലെങ്കിൽ 4 ദിവസക്കാലമാണത് സംഭവിച്ചതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇതുപോലുള്ള ഇടനാഴികൾ, ഇതുപോലത്തെ ചില പ്രതിസന്ധികൾ, ആരും നമ്മളെ സഹായിക്കാനല്ല, ആരും നമ്മളെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുകയിൽ മാത്രം കേൾക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം പ്രാപിക്കുകയും ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ദൈവത്തിൻ്റെ ദൂത് പ്രാപിക്കുകയും ചെയ്തത് നമ്മളാണ്, വേറെ ആരുമല്ല. വേറെ ആർക്കും കർത്താവ് നമ്മളെ മനസ്സിലാക്കുന്നത് പോലെ നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് വലിയൊരു സത്യം. അപ്പോൾ വിശ്വാസത്തിൽ ആ പെർസ്യൂർ ചെയ്യുക എന്നുള്ളത് എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്.
ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്നിട്ട് പറയുന്ന 2-3 കാര്യങ്ങൾ നമുക്കവിടെ കാണാം. ഞാൻ വെറുതെ അങ്ങനെ നിങ്ങളോട് പറയത്തില്ലായിരുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്ന മാൻഷൻസ് എന്നാണെങ്കിലും അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷനിൽ അപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് പറയുന്നത് ഒരു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുകയും പുതിയ യെരുശലേം ഒരു പട്ടണമായിട്ട് ഇറങ്ങി വരികയും ചെയ്യുന്നതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ ഒക്കെ വിശദീകരിച്ചിട്ട് അത് എന്തുമാത്രം വലിപ്പമുള്ളതായിരിക്കും, എന്തുമാത്രം വിസ്താരമുള്ളതായിരിക്കും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകളും ഒക്കെ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ രാവിലെ പോകുന്നില്ല. എന്നാൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടി കർത്താവ് ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നെന്നും കർത്താവ് നമ്മളെ ചേർക്കേണ്ടതിന് താൻ വേഗം വരുമെന്നുമുള്ള കാര്യം ദൈവത്തിൻ്റെ വചനത്തിൽ ഇതര ഭാഗങ്ങളിലും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ സന്തോഷിക്കുകയും നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ആശ്രയിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാങ്ക് ബാലൻസിലോ നമ്മുടെ അല്ലെങ്കിൽ ബന്ധുബഹുത്വത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലുള്ള ഏതെങ്കിലും വാഗ്ദത്തങ്ങളിലല്ല. നമ്മുടെ കർത്താവ് വരും. അവൻ നമുക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ പോയിരിക്കുന്നു. അവൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആ വാസസ്ഥലങ്ങളിലേക്ക് നമ്മളെ ചേർക്കാനായിട്ട് കർത്താവ് വരും എന്നുള്ളതാണ് നമ്മളെ ആത്യന്തികമായിട്ട് ആശ്വസിപ്പിക്കേണ്ട കാര്യം. തെസ്സലോനിക്കർക്ക് എഴുതുന്ന ലേഖനത്തിൽ വായിക്കുന്നു, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്, എന്നാൽ ആ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ ഇറങ്ങി ഈ വാക്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിൻ്റെ അവസാന വാക്യമായിട്ട് പറഞ്ഞേക്കുകയാണ്, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ആത്യന്തികമായിട്ട് ആശ്വസിക്കാനായിട്ട് കർത്താവ് നൽകിയിരിക്കുന്ന ഈ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയും ഈ നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളും അല്ലാതെ അതിനെപ്പറ്റിയുള്ള ഉറപ്പ്, അതിനെപ്പറ്റി 100% ഉറപ്പായിട്ടാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് നമ്മളെ അവരെ ചേർത്ത് കൊള്ളുവാനായിട്ട് കർത്താവ് വരും എന്നുള്ളത്. ആ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുകയല്ലാതെ ഇളകിപ്പോകുന്ന ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അത് അങ്ങനെ നമ്മൾ ആശ്രയിച്ചാൽ തന്നെ അത് നമുക്ക് ദുഃഖകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കിയാട്ടെ, വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കും. ഞാൻ പോകുന്നത് പിതാവിൻ്റെ ഭവനത്തിലേക്ക്, പിതാവിൻ്റെ സന്നിധിയിലേക്കാണ്. അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. നിങ്ങളും ആ പിതാവിൻ്റെ സന്നിധിയിൽ, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളും ഇരിക്കും. ഇടത്ത് തന്നെ നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് കർത്താവ് വ്യക്തമായിട്ട് നമ്മളോട് പറയുക. നമുക്കറിയാമല്ലോ, ഇതര ദൈവവചന ഭാഗങ്ങളെ കോട്ടിമാട്ടി കളയുന്നത് പോലെ തന്നെ ഇത്തരം കാര്യങ്ങളെയും ഒരു വിവാദ വിഷയവും ആർഗ്യുമെൻറ്റും ഒക്കെ ആക്കി മാറ്റി അതിൻ്റെ കർത്താവ് ഉദ്ദേശിച്ച കാര്യം എന്താണോ അതിൻ്റെ ആ ഒരു പ്രഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി പോകത്തക്കവണ്ണം അതിനെ ഒരു തർക്ക വിഷയമൊക്കെ ആക്കി മാറ്റുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകുകയോ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളെക്കുറിച്ച് ആലോചിച്ച് തലപുകയോ അല്ല. എൻ്റെ കർത്താവേ, നീ ഇങ്ങനെ വാഗ്ദത്തം നൽകിയിരിക്കുന്നു, നീ അത് ഫസ്റ്റ് ഹാൻഡായിട്ട് നീ പറഞ്ഞതായിട്ട് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുക, അത് അതേപോലെ വിശ്വസിക്കാനും ഏറ്റെടുക്കാനും വേണ്ടി ഞാൻ ഒരുങ്ങുകയാണ് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി പറയാം. അടുത്തതായിട്ട് ചോദിക്കുന്ന തോമസിൻ്റെ ചോദ്യം നമുക്കറിയാം. അവിടെ പറയുന്നതായിട്ടുള്ള കാര്യം, കർത്താവേ, നീ പോകുന്നിടത്തേക്കുള്ള വഴി ഞങ്ങൾ അറിയുന്നില്ലല്ലോ. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾ ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ പറയുക, തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? ഇത്രയും നാളുകളായിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് തോമസ് പറയുന്നത് നമുക്കറിയാമല്ലോ. അദ്ദേഹം കാര്യങ്ങളെയൊക്കെ വളരെ ഫസ്റ്റ് സ്റ്റാൻഡായിട്ട് വിലയിരുത്തി മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വിലാപ്പുറത്ത് മുറിവിൽ കൈയിട്ടിട്ടല്ലാതെ ആ ആണിപ്പഴുതുകളിൽ കൈയിട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, നീ പോകുന്ന സ്ഥലം ഞങ്ങൾക്ക് അറിയത്തില്ല, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് ചോദിക്കുക. നമുക്കറിയാമല്ലോ, വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് നമുക്കിത് പലപ്പോഴും തോന്നും. നമുക്ക് വിശ്വാസത്തിൽ അത്ര ഉറപ്പില്ലെങ്കിൽ നമുക്കിത് പലപ്പോഴും പബ്ലിക്കായിട്ട് വിളിച്ചു പറയാൻ പോലും ഇച്ചിരി പ്രയാസമാണ്. കാരണം ഞാൻ വളരെ
ഒരു മതഭ്രാന്തനാണെന്ന് ആൾക്കാർ വിശ്വസിച്ച് കളയുമല്ലോ എന്നൊക്കെ പേടിച്ച് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കാര്യം പറയാനായിട്ട് നമുക്കൊക്കെ പലപ്പോഴും മടിയുണ്ട്. പിശാച് നമ്മളെ അതിൽ നിന്ന് ഹിൻഡർ ചെയ്യും. നമ്മുടെ മാന്യതയ്ക്കും നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിനും അതൊന്നും യോജിച്ചതല്ല. ഒരു മതഭ്രാന്തൻ എന്നുള്ള തൊപ്പിയെടുത്ത് സ്വയം അണിയണോ എന്നൊക്കെ നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാക്കി നമ്മളോട് പറയുന്ന കാര്യം, ഒരു അർത്ഥശങ്കയ്ക്കും ഇട നൽകാതെ വണ്ണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല. തോമസിൻ്റെ ചോദ്യമാണ്, നീ എങ്ങോട്ട് പോകുന്നു എന്ന് അറിയുന്നില്ല. കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്കാണ് കടന്നു പോകുന്നത്. മറ്റ് യഹൂദന്മാരോട് നേരത്തെ പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ 9, 10, 11 അധ്യായങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, ഞാൻ ഉയരത്തിൽ നിന്ന് വന്നവനാകുന്നു. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങളിൽ മരിച്ചു പോകും എന്ന് മാത്രമല്ല, നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് അവിടെ പറഞ്ഞത്, ഇപ്പോൾ ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുകയില്ല. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നല്ലോ. ഈ വചനം എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ചെറിയൊരു സമയം കൊണ്ട് നമുക്കിതെല്ലാം കൂടെ പറഞ്ഞു തീർക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, ഈ പറഞ്ഞിരിക്കുന്ന വചനം ഒരു യാഥാർത്ഥ്യമല്ലെങ്കിൽ ഒരിക്കലും കർത്താവ് അതങ്ങനെ പറയത്തില്ലായിരുന്നു. ലോകത്തിൽ പല വഴികളും പല മാർഗങ്ങളും പല രീതികളും ഉണ്ടായിരുന്നെങ്കിൽ വഴിയും സത്യവും ജീവനും ഒക്കെ പലതുണ്ടായിരുന്നു. ഇന്ത്യക്കാർ വിശ്വസിച്ചവർ ഇന്ത്യക്കാർ വിശ്വസിച്ചു, ലോകത്തിലുള്ള മറ്റുള്ള ആൾക്കാർ വിശ്വസിച്ചതുപോലെ ഒക്കെ അവരവർ വിശ്വസിച്ചു. ഇതാണ് എക്സ്ക്ലൂസീവായിട്ട്, ഇതാണ് ദൈവത്തിൻ്റെ ഏക വഴി എന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും എന്നൊക്കെ ലോജിക്കലായിട്ട് നമ്മളോട് ചോദിക്കുകയും നമുക്ക് തന്നെ ഇതുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, ഞാൻ വെറുതെ പറയുകയല്ല, വളരെ വിശ്വാസവീരന്മാരായിട്ടുള്ള ആൾക്കാർ പോലും ഇത്തരം ചോദ്യങ്ങളുടെ മുന്നിൽ വീണു പോവുകയും അവർ കൊമ്പ് കുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഓരോരുത്തരുടെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയല്ല. അപ്പോൾ എളിയവരായിട്ടുള്ള നമ്മളെ കർത്താവ് വിശ്വാസത്തിൽ നിലനിർത്തുന്ന ഈ വലിയ ദയക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം ഇതുപോലുള്ള പല ചോദ്യങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ വിശ്വാസികൾ തന്നെ, ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഒരു ഗ്രൂപ്പിൽ കണ്ടപ്പോൾ പാരമ്പര്യമായിട്ട് പെന്തക്കോസ്ത് ഇതിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തി ഇന്ന് നിരീശ്വരവാദിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ പറഞ്ഞു. കാരണം ഈ ദൈവം യേശുക്രിസ്തുവാണ് ഏക വഴിയെങ്കിൽ അതെനിക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തില്ല. കാരണം യേശുക്രിസ്തുവിന് മുമ്പ് യേശുക്രിസ്തുവിനെ പറ്റി കേൾക്കാത്തവർ ഇവർക്കൊക്കെ എന്നാ പറ്റും? അപ്പോൾ ദൈവം ഒരു അനീതിയല്ലേ ചെയ്യുന്നത്? അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാനൊരു നിരീശ്വരവാദിയായി തീർന്നു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പം പല വ്യക്തികൾക്കും ഇതൊക്കെ കീറാമുട്ടിയായിട്ട് അവരെ കുഴക്കുന്ന, മാനസികമായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ വിശ്വസിക്കണമെന്ന്, വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ഉള്ള ചില മാനസിക പ്രശ്നങ്ങളും ബുദ്ധിപരമായ പ്രശ്നവുമായിട്ട് അത് വളർന്നു വന്നേക്കുകയാണ്. അതിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ അനേക ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ദൈവദാസനോട് ഒത്തിരി യുക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം അതിനൊക്കെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലേ. ഒരു കാര്യം എനിക്കറിയാം, 9-ാം അധ്യായത്തിലെ അന്ധൻ പറഞ്ഞതുപോലെ, ഒരു കാലത്ത് ഞാൻ കണ്ണു കാണാത്തവനായിരുന്നു, ഞാൻ ഇപ്പോൾ കാണുന്നു. ഒരിക്കൽ ഞാൻ സമാധാനമില്ലാത്തവനായിരുന്നു, എനിക്കിന്ന് സമാധാനമുണ്ട്. ഒരിക്കൽ ഞാൻ ഈ ലോകത്തിൽ ലക്ഷ്യബോധമില്ലാത്തവനായിരുന്നു, എനിക്കിന്ന് ലക്ഷ്യബോധമുണ്ട്. യേശുവിൽ ഒരു പുതിയ ജീവൻ കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം. 2, ഈ ലോകത്തിലെ പല വ്യക്തികളുടെയും അവകാശവാദങ്ങളും പല മതങ്ങളുടെയും പല തത്വശാസ്ത്രങ്ങളുടെയും അവകാശവാദങ്ങളൊക്കെ കാണുമ്പോൾ ഈ പാപികൾക്ക് വേണ്ടി മരിക്കാൻ വന്ന വ്യക്തി ആരാണ് പാപികൾക്ക് വേണ്ടി ജീവൻ കൊടുത്തേക്കുന്നത്? അല്ലെങ്കിൽ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാതെ അവൻ ആഗ്രഹിക്കാത്ത തിന്മ അവൻ ചെയ്തു പോവുകയും അങ്ങനെ ഈ കർമ്മചക്രത്തിൽ, നമ്മൾ കർമ്മചക്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പശ്ചാത്തലമൊക്കെ, അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയാതെ പിന്നെയും ഡീജനറേറ്റ് ചെയ്തു പോകുന്ന ഒരു അനുഭവമല്ലേ? പിന്നെയും തരം താഴ്ന്നു പോകുന്ന ഒരു അനുഭവമല്ലേ? ഒരു വ്യക്തി ആഗ്രഹിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്നെങ്കിലും അവൻ്റെ സ്വന്തം ശക്തിയാൽ അതിൽ നിന്ന് മോചനം പ്രാപിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ ഈ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ചെയ്യുന്ന ഏതെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാനമോ മുറകളോ കൊണ്ട് ഈ പാപത്തിൻ്റെ ശക്തിയെ ജയിക്കാനായിട്ട് മനുഷ്യന് കഴിയുമോ?
ദൈവത്തിന്റെ വചനം വളരെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു, ഈ പാപത്തിന്റെ ശക്തിയെ ജയിക്കാനായിട്ട് തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നിങ്ങനെയുള്ള പ്രമാണങ്ങൾക്കോ ബാഹ്യമായി ജ്ഞാനമെന്ന് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒന്നും സാധിക്കത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലല്ലാതെ, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരാശിക്ക് വേണ്ടി നൽകിയ അല്ലെങ്കിൽ തൻ്റെ ജീവനെ നൽകിയ ആ ഏകയാഗത്തിലുള്ള വിശ്വാസത്തിലല്ലാതെ പാപത്തെ ജയിക്കാനായിട്ട് മനുഷ്യന് കഴിയുന്നില്ല. കൊളോസ്യയിലുള്ള തത്വജ്ഞാനികളോട് വളരെ വ്യക്തമായിട്ട് അതിന് ഉത്തരം പറയുന്നത് കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഇത് യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. നമ്മൾ ചില യാമങ്ങൾ ചെയ്തതുകൊണ്ടോ, ചില യോഗകൾ ചെയ്തതുകൊണ്ടോ, ചില എക്സസൈസുകൾ ചെയ്തതുകൊണ്ടോ, ശരീരത്തെ ഏതെങ്കിലും പ്രത്യേക നിലയിൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്തതുകൊണ്ടോ, വളച്ചതുകൊണ്ടോ, തിരിച്ചതുകൊണ്ടോ, ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്ത് മറ്റൊരു മൂക്കിലൂടെ അത് വിട്ടതുകൊണ്ടോ ഒന്നും പാപം എന്നുള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. ഞാനിങ്ങനെ പറയുമ്പോൾ ചിലപ്പം നിങ്ങളുടെ ചിലരുടെ വികാരങ്ങളെ ചിലപ്പം ഞാൻ ഇത് ചെയ്യുന്നുണ്ടാവാം, ക്ഷമിക്കണം. ഒരു യാഥാർത്ഥ്യം പറയാൻ വേണ്ടി പറയുക, കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മനുഷ്യന്റെ ഉള്ളിലുള്ള പാപമെന്നുള്ള പ്രശ്നത്തിന് ഏക പരിഹാരം ഈ സൃഷ്ടിതാവായ ആ സൃഷ്ടികർത്താവ് തന്നെ ലോകത്തിൽ കടന്നു വന്ന് ഈ സൃഷ്ടികൾക്ക് വേണ്ടി മരിച്ച് അവനും ആ സൃഷ്ടികളെ പോലെ ആയിത്തീർന്നു. അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്ക് അവൻ ക്രൂശിൽ മരിക്കുന്ന ആ അനുഭവത്തോടും അവൻ തന്നെത്താനെ താഴ്ത്തി. അത് മുഖാന്തരമാണ് അത് സംഭവിച്ചതെന്ന് ദൈവത്തിന് വചനം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ വിശ്വസിക്കുന്നവരുടെ നിത്യരക്ഷയ്ക്ക് അവൻ കാരണഭൂതനായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്നതിനുള്ള ഒരു ലോജിക്കുണ്ട്. കാരണം നന്മ ചെയ്യുന്നവരെ പുലർത്താനും തിന്മ ചെയ്യുന്നവരെ നിഗ്രഹിച്ചു കളയാനുമായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ, പാപിയെ സ്നേഹിച്ച് പാപിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ, പാപിയെ സ്നേഹിച്ച് പാപിക്ക് വേണ്ടി മരിക്കുവാൻ, പാപിയെ സ്നേഹിച്ച് അവനെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും പാപ സ്വഭാവത്തിൽ നിന്നും അവനെ വിടുവിക്കാനായിട്ട് ലോകത്തിലേക്ക് വന്നിട്ടുള്ള ഏക രക്ഷകൻ ക്രിസ്തുവാണ്. അതുകൊണ്ട് സംശയലേശമന്യേ പറയുകയാണ്. പലരും പല വഴികളെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കാം. എന്നാൽ മനുഷ്യന്റെ പാപത്തിനുള്ള പരിഹാരം എവിടെ? മനുഷ്യന്റെ പാപത്തിനുള്ള പരിഹാരം ആര് വരുത്തി? എവിടെ വരുത്തി? ക്രിസ്തുവിന്റെ ജീവിതവും ക്രിസ്തുവിന്റെ അവകാശവാദങ്ങളും ക്രിസ്തുവിന്റെ മരണവും അടക്കവും പുനരുത്ഥാനവും പരിശോധിക്കുമ്പോൾ അതൊക്കെ മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടതും താൻ ജീവിച്ചിരുന്നപ്പോൾ അതൊക്കെ നിറവേറിയതും മാത്രമല്ല, ഇനി നിറവേറാനിരിക്കുന്ന അനേക വാഗ്ദത്തങ്ങളുണ്ട്, അവയൊക്കെ നിറവേറിയതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങൾ ഒരിക്കലും അത് വെറുതെയുള്ള അവകാശവാദങ്ങളല്ലായിരുന്നു. തന്നെ അവസാനമായിട്ട് റോമൻ പടയാളി അവൻ്റെ അടുത്ത് നിന്ന് പറയുന്നത് അവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ അവനെ വെറുക്കുന്നവരും അവനെ പീഡിപ്പിക്കുന്നവരും അവൻ്റെ സന്ദേശത്തെ തമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ അവസാനം അവർക്ക് പറയേണ്ടി വരും, അവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു, അവൻ്റെ അവകാശവാദങ്ങൾ ശരി തന്നെയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ എത്ര അത് ഉച്ചത്തി പറഞ്ഞാലും അത് പലർക്കും മനസ്സിലാകുന്ന ഒരു രീതിയുണ്ട്, ഒരു വഴിയുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ നേരെ ഇതുപോലുള്ള കൊടുങ്കാറ്റുകൾ അടിക്കുമ്പോൾ നമുക്കെന്തായാലും ഒരു കാര്യം, ന്യായവിധിയെക്കുറിച്ചും ഒക്കെ നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ നീതിവാനായ കർത്താവ് ഒരിക്കലും അനീതി ചെയ്യുന്ന കർത്താവല്ലെന്നും നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് ജീവൻ നൽകാനായിട്ട് ഈ കർത്താവിന് കഴിഞ്ഞെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് ഒരു വ്യക്തിയെയും അന്യായമായി ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ല. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടത് ഇത്രമാത്രം വലിയ രക്ഷയെ തള്ളിക്കളഞ്ഞാൽ നാം അതിൽ നിന്ന് എങ്ങനെ തെറ്റിയൊഴിയും എന്നാ ദൈവത്തിൻ്റെ വചനം ചോദിക്കും. അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യാനുള്ള ഒരു സമയവും സാഹചര്യവും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവെ ഒരു കാര്യം ചെയ്യ്, ആ പിതാവിനെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചതാ, അത്രയും മതിയായിരുന്നു, കാണിച്ചു തന്നാൽ പിന്നെ ഞങ്ങൾക്ക് എപ്പം വേണേലും വരാമല്ലോ. അപ്പൊ കർത്താവ് തന്നെയാണ് പിതാവിങ്കിലേക്കുള്ള വഴി. അവൻ പറഞ്ഞ വചനങ്ങളാണ് സ്വർഗത്തിലേക്കുള്ള പാലം, ആ ബ്രിഡ്ജ്. യേശുക്രിസ്തു എന്ന ജീവനുള്ള തിരശ്ശീലയിലൂടെ കടന്നാണ് പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയുന്നത്. ആ ജീവനുള്ള വഴിയിലൂടെ കടന്നാണ് ആ ദൈവ സന്നിധി നമുക്ക് എത്താനായിട്ട് കഴിയുന്നത്. വളരെ വ്യക്തമാക്കി പറയുക, വഴി കാണിച്ചു തരികയല്ല കർത്താവ് പറഞ്ഞത്, വഴി ഞാനാണ്, ആ സത്യം ഞാനാണ്, ആ ജീവൻ, ആ നിത്യജീവൻ ഞാൻ തന്നെയാണ്, പുനരുത്ഥാനവും ജീവനും ഞാനാണ് എന്ന് കർത്താവ് പറഞ്ഞതിന് ശേഷം പറയുക, നിങ്ങൾക്ക് ഇനിയൊരു പിതാവിനെ കാണിച്ചു തരേണ്ട ആവശ്യമോ
കാണേണ്ട ആവശ്യമില്ല. പിതാവിനെ ഈ ലോകത്ത് വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഞാൻ കടന്നു വന്നതിൻ്റെ ലക്ഷ്യം. അത് ഞാൻ ചെയ്തിരിക്കുന്നു. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നാം അവൻ്റെ തേജസ് പിതാവിങ്കിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ദൈവിക ത്രിത്വത്തിൽ പുത്രൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാനായിട്ട് കഴിയും. അത് പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. പിതാവിനെ വെളിപ്പെടുത്തുന്നവനാണ് പുത്രൻ. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിനെ കാണാൻ ആഗ്രഹിക്കുന്നവര് പുത്രനെ കണ്ടാൽ മതി. പുത്രനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇനി വേറൊരു പിതാവിനെ അവർ കാണേണ്ടതായിട്ടില്ല. അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ പുത്രൻ പിതാവെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പിതാവിനെ വെളിപ്പെടുത്തുകയാണ് പുത്രന്റെ ഫംഗ്ഷൻ. എബ്രായർക്ക് എന്ന ലേഖനത്തിൽ വായിക്കുന്നത് പലവട്ടം നമ്മളിവിടെ ചിന്തിച്ചിട്ടുണ്ട്. അവൻ അവൻ്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലവും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് അവൻ്റെ തേജസ്സിന്റെ പ്രഭ, പിതാവ് ആരാണോ അവൻ്റെ തേജസ് എന്താണോ അതിനെ വെളിപ്പെടുത്തുന്നവൻ. തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവവചനം പുത്രന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനത്തിൽ എങ്ങും അല്ലാതെ വേറൊരു ഡീറ്റെയിൽസ് പിതാവിന്റെ ഗുണഗണങ്ങളെക്കുറിച്ചും പിതാവിന്റെ ചിന്തകളെക്കുറിച്ചും പിതാവ് അത് ലോകസ്ഥാപനത്തിന് മുന്നേ നമ്മളോടുണ്ടായ സ്നേഹത്തെക്കുറിച്ചും ഭാവി കാലത്ത് പിതാവിനുള്ള പദ്ധതികളെക്കുറിച്ചും ഒക്കെ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പിതാവിന് എല്ലാ ഭാഗത്തും വെളിപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിയായിട്ട് പുത്രൻ തന്നെയാണ് കഴിഞ്ഞ കാലത്തും ഈ കാലത്തും വരാനുള്ള കാലത്തും ഒക്കെ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം. അപ്പം കർത്താവ് അവിടെ വ്യക്തമാക്കി തന്നെ ഫിലിപ്പോസിനോട് പറയുന്ന 4 വാക്യങ്ങളുണ്ട്. അത് ഞാൻ വായിച്ചിട്ട് ഇതിൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കട്ടെ. 7-ാം വാക്യം നമ്മൾ, നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഫിലിപ്പോസ് പറയുന്നത്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം ഞാൻ സ്വയമായി തല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ച് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പിൻ. വളരെ വ്യക്തമാക്കി കർത്താവ് പറയും, ഇനിയൊരു പിതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാനില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം പിതാവില്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. എന്നെ കണ്ടാൽ മതി. ആ പിതാവിൻ്റെ എക്സാക്റ്റ് റെപ്രസെൻറ്റേഷൻ, പിതാവ് ആരാണോ അത് മനുഷ്യർക്ക് മനസ്സിലാകത്തക്കവണ്ണം അല്ലെങ്കിൽ മനുഷ്യർക്ക് വെളിപ്പെടുത്തത്തക്കവണ്ണം ദൈവം മനുഷ്യന് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച വണ്ണം വെളിപ്പെടുത്തുന്ന വ്യക്തിയാണ് പുത്രൻ. പുത്രൻ എന്ന് പറയുന്നത് പിതാവ് പോയി വിവാഹം കഴിച്ചിട്ട് ഉണ്ടായൊരു മകൻ എന്നുള്ളതല്ല. ഈ പുത്രൻ എന്ന് പറയുമ്പം അതൊരു സ്ഥാനപ്പേരാണ്. പിതാവിന് ജനിച്ച പുത്രൻ എന്നല്ല അർത്ഥം. പിതാവും ആ പുത്രനും ആ 2 ദൈവിക വ്യക്തികൾ തമ്മിലുള്ള ആ ക്ലോസ്നെസ്സും ആ ബന്ധവും കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ടേമാണ്. ജനിപ്പിച്ച പുത്രനോ ജനിച്ച പുത്രനോ അല്ല. എന്ന് ദൈവമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയാണ്, വചനം ദൈവമായിരുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് വിശ്വസിപ്പിൻ, ഇല്ലെങ്കിൽ പ്രവൃത്തി വിശ്വസിപ്പിൻ എന്ന് മാത്രമല്ല നമ്മൾ കാണുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറയുന്നത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, നമുക്കിത് ആഴമായൊരു രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാം. പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പുത്രനാണ്. പുത്രനെ കുറിച്ചുള്ള ദൈവത്തിന് ആ പുത്രന്റെ ആ ഗോഡ് ഹെഡിലൂടെ പുത്രന്റെ ഫംഗ്ഷൻ തന്നെ പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ആ പുത്രനെ നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നു, ആ പുത്രനെ നമ്മൾ അനുഭവിച്ചിരിക്കുന്നു. യോഹന്നാൻ പറയുന്നത് പോലെ ഞങ്ങളുടെ സ്വന്തം കണ്ണ് കണ്ടതും തൊട്ടു നോക്കിയതും അനുഭവിച്ചറിഞ്ഞതുമായിട്ടുള്ള ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതേ വാക്യം കൃത്യമായിട്ട് 1 യോഹന്നാന്റെ വാക്യം നമുക്കറിയാമല്ലോ.
അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ നാളുകളാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇതായി പോകും. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടത് നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയെ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുവിനോടുമാകുന്നു നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ആയി ഞങ്ങൾ നോക്കിയതും കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ഈ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തു. ഒരുപക്ഷെ നമ്മുടെ ശിഷ്യന്മാർ കണ്ടതുപോലെ നമ്മൾ ജഡത്തിൽ കർത്താവിനെ അന്ന് കണ്ടിട്ടില്ല, എന്നാൽ അതുപരിയായിട്ട് വിശ്വാസത്താൽ അവനെ അറിയുകയും അവൻ ഈ ലോകത്ത് വെളിപ്പെട്ടെന്നും അവൻ ഈ ലോകത്ത് ജീവിച്ചെന്നും അവൻ അടക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്തു എന്നും വ്യക്തമായ ചരിത്ര സത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ട് നടപ്പുന്നത് ചരിത്രത്തിലെങ്ങും ഇല്ല എന്നൊക്കെ പറയുന്ന ചില വിദ്വാന്മാരെ ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി തീർന്നു. അവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? കണ്ണടച്ചിരുട്ടാക്കിയാലും ഇത് ഇരുട്ടായി തീരുമോ? അപ്പോൾ ആ ദൈവപുത്രൻ പ്രത്യക്ഷമായി ആ കർത്താവിനെ അറിയാനും അവൻ്റെ വചനങ്ങൾ അറിയാനും ഒരുപക്ഷെ നമ്മളൊരുപക്ഷെ ഒരു വ്യക്തിയെ കാണുന്നതിനേക്കാൾ എത്രയോ അടുത്ത് നമ്മുടെ കർത്താവിനെ അനുഭവിക്കുകയും അറിയുകയും കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പുത്രനെ കണ്ടിരിക്കുന്നു, പുത്രനെ അറിഞ്ഞിരിക്കുന്നു, പുത്രൻ്റെ വചനങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു, അവൻ്റെ വചനം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ഈ പിതാവിനെ കണ്ട് ഈ അർത്ഥത്തിൽ പുത്രനെ അനുഭവിക്കുന്നതിലൂടെ, പുത്രനെ അറിയുന്നതിലൂടെ, പുത്രനെ കേൾക്കുന്നതിലൂടെ നമ്മൾ ഈ പിതാവിനെ നമ്മൾ കണ്ടിരിക്കുകയാണ്, പിതാവിനെ നമ്മൾ അനുഭവിക്കുകയാണ്, പിതാവിൻ്റെ ഹിതത്തിൽ നമ്മളായിരിക്കുകയാണ്. ആ പുത്രൻ മുഖാന്തരം വെളിപ്പെട്ട പിതാവിനെ വഴിയും സത്യവും ജീവനുമായിട്ടുള്ള പിതാവിൻ്റെ അടുക്കൽ എത്താൻ തക്കവണ്ണം, അല്ലെങ്കിൽ നമുക്ക് നിത്യജീവൻ ഉണ്ട്, നമുക്ക് അവൻ്റെ സന്നിധിയിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം നമുക്ക് കർത്താവ് ഇടയാക്കി തീർത്ത വലിയ ദയക്കായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ഉള്ള വിശ്വാസത്തിൻ്റെ സാക്ഷികളായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, ഇതുപോലുള്ള പല വിശ്വാസത്തിൻ്റെ ഇടനാഴികളിൽ ഇടറുന്നവരെ, വിശ്വാസത്തിൽ അനേക ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞിടുന്ന ശിശുക്കളെ ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്താനും നമുക്ക്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനൊന്നും അല്ല. അതൊക്കെ ഭോഷ്കിൻ്റെ ആത്മാവിൽ ദുഷ്ടൻ പറയുന്ന വാക്കുകൾ മാത്രമാണ്. ദൈവത്തിൻ്റെ വചനത്തെ കോട്ടിക്കളയുകയും അതിനെ തങ്ങളുടെ നാശത്തിനായിട്ട് തീർക്കുകയും ചെയ്യുന്ന ശത്രുവിൻ്റെ പ്രവർത്തനം മാത്രമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ജൽപ്പനങ്ങൾക്കൊന്നും അടിസ്ഥാനവുമില്ല, ദൈവവചനത്തെ കോട്ടിക്കളയുന്ന ചില കാര്യങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞ വചനങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം, അവൻ്റെ വാഗ്ദത്തങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. അവൻ ഭവനമൊരുക്കാനായിട്ട് പോയിരിക്കുന്നു, അവൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവനെ കണ്ടവൻ കർത്താവിനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ തൻ്റെ ആ ശ്രേഷ്ഠമായിട്ടുള്ള ആ അവകാശവാദത്തെ, അത് സത്യമാണെന്ന് അറിയാനും വിശ്വസിക്കാനും ഇടയായ നിലയ്ക്ക് അതിന് നമുക്ക് സാക്ഷ്യം വഹിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും.